ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 7-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയും. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് എന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുകയാണ്. 2 കാര്യം കർത്താവ് 2 കാര്യം എനിക്ക് ചെയ്തു തന്നാൽ മതി. 2 കാര്യം എനിക്ക് ചെയ്തു തരണം. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്. ഞാൻ മരിക്കുന്നത് വരെയും എനിക്ക് നിഷേധിക്കരുതേ. ജീവപര്യന്തം വെച്ചാൽ ജീവൻ്റെ അവസാനം വരെയും, മരിക്കുന്നത് വരെയും. ഞാൻ മരിക്കുന്നതിന് മുൻപ് ആ കാര്യം എനിക്ക് സാധിപ്പിച്ചു തരണം. ഞാൻ മരിക്കുന്നത് വരെയും അവ എനിക്ക് നിഷേധിക്കരുതേ. ഡിനൈ ദം നോട്ട് ടു മീ ബിഫോർ ഐ ഡൈ. ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയാണ്. ഡിനൈ ദം നോട്ട് ടു മീ ബിഫോർ ഐ ഡൈ. ഞാൻ മരിക്കുന്നതിന് മുൻപ് അത് എനിക്ക് ഡിനൈ ചെയ്യരുതേ, എനിക്ക് നിഷേധിച്ച് കളയരുതേ. എൻ്റെ ഈ അപേക്ഷ സാധിപ്പിച്ച് തരണമേ. ഞാൻ 2 കാര്യത്തിനോട് അപേക്ഷിക്കുന്നു. എനിക്ക് എൻ്റെ മരണമാകുന്നതിന് മുൻപ് തന്നെ ആ 2 കാര്യവും നീ എനിക്ക് സാധിപ്പിച്ച് തരണം. ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനിയായ ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: 2 കാര്യം എന്നോട് അപേക്ഷിക്കുന്നു. എൻ്റെ മരണത്തിന് മുൻപ് അതെനിക്ക് സാധിപ്പിച്ച് തരണം. മരണം എന്നാണോ അതിന് മുൻപ് ഈ 2 ആവശ്യങ്ങൾ സാധിപ്പിച്ച് തരണം. 2 കാര്യം എന്നോട് പ്രാർത്ഥിക്കുന്നു. 2 കാര്യം എന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. വ്യാജമായ എന്തെങ്കിലും കാപട്യങ്ങൾ, സൂത്രങ്ങൾ, കൗശലങ്ങൾ, ഭോഷ്ക് വെച്ചാൽ നുണ തന്നെ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. വ്യാജം എൻ്റെ ജീവിതത്തിൽ വരാതെ നീ എന്നെ കാക്കണം. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ഞാനൊരു ഭക്തനാണെന്ന് എനിക്ക് ഇല്ലാത്തതായൊരു തോന്നലുണ്ടായാൽ അതൊരു ഭോഷ്കാണ്. ഞാൻ വളരെ ഉന്നതമായ കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് ഒരു തോന്നലുണ്ടായാൽ അതൊരു ഭോഷ്കാണ്. ഞാൻ മറ്റാരേക്കാളും ഭേദമാണെന്നൊരു തോന്നലുണ്ടായാൽ അതൊരു ഭോഷ്കാണ്. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടാകരുത്. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. എന്നിൽ നിന്ന് വ്യാജം വരരുത്. ഈ വ്യാജമായ ചിന്താഗതി പോലും എനിക്ക് വരരുത്. വ്യാജമായ തെറ്റായ ചിന്താഗതി എനിക്ക് വരരുത്. നുണ പറയരുത്, അത് ശരിയാണ്. നുണ പറയരുത്, വ്യാജമൊന്നും ചെയ്യരുത്. പക്ഷേ അതിനപ്പുറത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഇല്ലാത്തൊരു മതിപ്പുണ്ടാകരുതേ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചോ? എന്നെക്കുറിച്ച് തന്നെ എനിക്ക് ഇല്ലാത്ത ഒരു മതിപ്പ് എനിക്ക് തോന്നരുതേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മനസ്സിൽ സ്വന്തമായി വന്ന ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയമാണിത്. കർത്താവേ, എന്നെക്കുറിച്ച് എനിക്ക് അമിതമായ മതിപ്പുണ്ടാകല്ലേ. എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ബഹുമാനം ഉണ്ടാകല്ലേ. ആത്മാഭിമാനം വേണ്ടെന്നല്ല, ഞാൻ മറ്റുള്ളവരെയൊക്കെ ഇന്ന കാര്യങ്ങൾ ഭേദമാണെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിപ്പോയാൽ ഞാൻ തീർന്നു. എൻ്റെ അവസ്ഥ തീർന്നു, എൻ്റെ ആത്മീയം തീർന്നു. ഒരു കാരണവശാലും എനിക്ക് ഇല്ലാത്തതായ ഒന്ന് എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നല്ലേ, ഒരു തോന്നൽ വരല്ലേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ദാരിദ്ര്യം തരരുത്. ആഹാരം കഴിക്കാനുള്ള മാർഗം തരണം. ദാരിദ്ര്യം തരരുത്. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ വലിയ സമ്പന്നാക്കരുത്. സമ്പന്നായാൽ എനിക്ക് അത് ദോഷമാണ്, എൻ്റെ ആത്മീയത്തിന് ദോഷമാണ്. പറയുകയാണ്, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും. സമ്പന്നായി തീർന്നാൽ ഒരു അപകടമുണ്ട്. ദൈവത്തെ ഞാൻ നിഷേധിച്ചു പോകും. എനിക്കെല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു ഭാവം എനിക്ക് വരും. ഞാൻ തൃപ്തനായി തീർന്നിട്ട് ദൈവം ആര് എന്ന് ഞാൻ നിന്നെ നിഷേധിപ്പാൻ എനിക്കിട വരരുത്. പിന്നെ ദരിദ്രനായി തീർന്നിട്ട് മോഷിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ദരിദ്രനായി തീർന്നിട്ട് ഞാൻ മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അവമാനിക്കാൻ ഇടവരല്ലേ. ദൈവത്തിന് സ്തോത്രം. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരരുതേ. ദാരിദ്ര്യം തരരുത്, സമ്പത്തും തരരുത്. കഷ്ടിച്ച് നിത്യവൃത്തിക്കുള്ള മാർഗം തന്ന് എന്നെ നയിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഭക്തൻ്റെ പ്രാർത്ഥന അതാണ്.
അവരുടെ വളരെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ്. മരണത്തിന് മുമ്പ് ഈ കാര്യം എനിക്ക് സാധിച്ചു തരണം. ഞാൻ മരിക്കുന്നതിന് മുൻപ് ഈ കാര്യം ദൈവമേ എനിക്ക് സാധിച്ചു തരണം. മരണത്തിന് മുമ്പ് സാധിക്കേണ്ട അനേകാനം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം മരിക്കും മുമ്പ് നടക്കേണ്ട കാര്യം. മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു. യാക്കോബ് പറയുകയാണ്, മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ പോയി അവനെ കാണും. മരിക്കും മുൻപ് എനിക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. മരിച്ചുപോയി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന എൻ്റെ മകൻ യൗസേപ്പ്, അവൻ ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ എനിക്ക് അവനെ പോയി കാണണം. അവൻ മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത്, ഏതോ കാട്ടുമൃഗം കൊന്നു തിന്നു എന്നാണ് വിചാരിച്ചത്. അവൻ്റെ വസ്ത്രം പോലും ചോര വരേണ്ട വസ്ത്രം പോലും കിട്ടിയതാണ്, തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു, അവൻ തീർന്നില്ല, അവൻ മരിച്ചില്ല, അവൻ ഇന്ന് ഉന്നതമായ അധികാരസ്ഥനായി ഈജിപ്തിനെ ഭരണാധികാരിയായി അവൻ വാഴുകയാണ് എന്ന് ഇപ്പോൾ കേൾക്കാനിടയായി. ആദ്യമൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും എൻ്റെ മക്കളിനോട് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ മുറ്റത്ത് രഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഞാനീ താമസിക്കുന്ന എൻ്റെ സാഹചര്യത്തിൽ രഥങ്ങൾ, രാജകീയ രഥങ്ങൾ വന്ന് നിൽക്കുന്നു, അണിനിരന്ന് നിൽക്കുന്നു, കുതിരകളും രഥങ്ങളും. എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എൻ്റെ മകൻ യൗസേപ്പ് കൊടുത്തയച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. മരണത്തിന് മുൻപ് എനിക്ക് എൻ്റെ മകനെ പോയി കാണണം. എത്ര നാളായി എൻ്റെ മകനെ കണ്ടിട്ട്. എൻ്റെ മകൻ മരിച്ചുപോയി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എന്ത് അത്ഭുതം, അവൻ ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു. അതുമാത്രമല്ല, നാനാ ദേശങ്ങളിലുള്ളവർക്ക്, ക്ഷാമബാധിതരായ അനേകർക്ക് ആഹാരം കൊടുക്കാൻ തക്കവണ്ണം അവൻ പ്രാപ്തനായി തീർന്നിരിക്കുന്നു. മതി, എൻ്റെ മകൻ യൗസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ പോയി അവനെ കാണും. മരിക്കും മുൻപേ യൗസേപ്പിനെ പോയി കാണുമെന്ന് യാക്കോബ് പറഞ്ഞതിൻ്റെ ആത്മീയമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ മരണത്തിന് മുമ്പ് എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കണ്ടുമുട്ടണം. മരിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തു കടന്നുപോയി എന്ന് വിചാരിച്ചു, ഇല്ല, തീർന്നില്ല, യേശു ജീവിക്കുന്നു. തീർന്നുപോയി എന്ന് വിചാരിച്ചിരുന്ന യൗസേപ്പ് ജീവിച്ചിരിക്കുന്നത് പോലെ മരിച്ചുപോയ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു. എനിക്ക് യേശുവിനെ കാണണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി നമുക്ക് കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യമാണ്. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ എന്ന് പറഞ്ഞു. മരിക്കും മുൻപേ എൻ്റെ പൈതലിന് രോഗസൗഖ്യം തരണമേ, മരിക്കും മുമ്പേ നീ വരണമേ, നീ ഒന്ന് വരണേ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് പോരാ, എൻ്റെ മകൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് പോരാ, എൻ്റെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ അനർത്ഥം വരുന്നതിന് മുൻപ് കർത്താവേ, ഞാൻ മരിക്കും മുമ്പേ കർത്താവേ, നീ വന്ന് എൻ്റെ ബാലനെ സൗഖ്യമാക്കണമേ. ബാലൻ മരിക്കും മുമ്പേ വരയണമേ, മരിക്കും മുൻപേ രോഗസൗഖ്യം തരണമേ. ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ നമുക്ക് ചില ഭാരങ്ങളുണ്ട്, ചില കടങ്ങളുണ്ട്, ചില ബാധ്യതകളുണ്ട്, ചില തിന്മകളുണ്ട്, പല ദോഷങ്ങളുണ്ട്. ഇതെല്ലാം മാറി യേശുക്രിസ്തുവിനുള്ളൊരു സമാധാനം എനിക്ക് എൻ്റെ മരണത്തിന് മുമ്പ് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനുള്ളതായ സമാധാനം, യേശുക്രിസ്തു തരുന്നതായ സൗഖ്യം, യേശുക്രിസ്തു തരുന്നതായ സന്തോഷം അതെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിക്കും മുമ്പേ യേശുവിനെ ചെന്ന് കാണണം, യേശുവുമായി കണ്ടുമുട്ടണം, മരിക്കുന്നതിന് മുൻപ് രോഗസൗഖ്യം ലഭിക്കണം. നമുക്കുണ്ടല്ലോ ഈ ഓരോ അനേക കാര്യങ്ങൾ. എൻ്റെ ദൈവമേ, ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ മോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞ് നടന്നാൽ മതിയായിരുന്നു. മരിക്കും മുമ്പേ എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന്, എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞ്, അല്ല എൻ്റെ മോനൊരു കുഞ്ഞുണ്ടായി കണ്ടാൽ ഭാഗ്യമായിരുന്നു. നാം ചിന്തിക്കാറുണ്ടല്ലേ? അങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ. മരിക്കും മുൻപേ നാം പല പല കാര്യങ്ങളും ഇങ്ങനെ സാധിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. മരിക്കും മുമ്പേ കിട്ടേണ്ട ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തുവുമായി കണ്ടുമുട്ടണം. രണ്ടാമത് മരിക്കും മുമ്പേ വേണ്ടതായ കാര്യം ഈ ഭൗമികമായ ചില ആവശ്യങ്ങൾ, രോഗസൗഖ്യമാകാം, എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിച്ചു കിട്ടണം. എൻ്റെ കർത്താവ്, ഞാൻ മരിക്കുന്നതിന് മുൻപ് ഈ വാടക വീട്ടിൽ നിന്ന് മാറി ഒരു സ്വന്തം വീടുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഒരു 5 സെൻറ്റ് ഭൂമിയെങ്കിലും കിട്ടി ഒരു സ്വന്തം ഒരു വീട് പണിയാൻ ഒത്താ മതിയായിരുന്നു. മരിക്കും മുമ്പേ എനിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കിടക്കാൻ ഒക്കുമോ? ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഒന്നും തെറ്റല്ല. മരിക്കും മുമ്പേ എനിക്ക് സാധിച്ചു തരണമേ, ഭൗതികമായ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. വേറൊന്ന് നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാം മരിക്കും മുമ്പ് വേണ്ടതായ കാര്യം. എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്
എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഞാൻ മരിക്കും മുമ്പേ തിന്ന് നീ കൊണ്ടുവരുന്ന നീ ഉണ്ടാക്കി നീ തയ്യാറാക്കി കൊണ്ടുവരുന്ന ആഹാരം ഭക്ഷിച്ച് ഞാൻ തൃപ്തനായിട്ട് ഞാൻ മരിക്കും മുമ്പേ മോനെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ട്. അപ്പനായ ഇസ്ഹാക്ക് ഏശാവിനോട് പറയുകയാണ്. ഏശാവിനോടാണ് പറയുന്നത്, ഞാൻ മരിക്കും മുമ്പേ നീ ആദ്യാതനല്ലോ, നിനക്ക് ഞാൻ അനുഗ്രഹം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പൈതൃകമായ അനുഗ്രഹം, പിതാവിൻ്റെ അനുഗ്രഹം. മരിക്കും മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ എനിക്ക് രുചികരമായ ഭോജനം ഉണ്ടാക്കിക്കൊണ്ട് വരിക. ദൈവത്തിന് സ്തോത്രം. മരിക്കുന്നതിന് മുൻപ് പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം, മാതാപിതാക്കളുടെ അനുഗ്രഹം പ്രാപിക്കണം. മരിക്കുന്നതിന് മുൻപ് ശാപയോഗ്യമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുകയോ അവരെ അനുസരിക്കാതിരിക്കുകയോ അവരോട് അനാദരവ് കാണിക്കുകയോ അവരോട് പുച്ഛഭാവത്തോടെ പെരുമാറുകയോ ഒന്നും ചെയ്തു പോകരുത്. എന്തെന്ത് വലിയ നഷ്ടങ്ങളാണെന്നറിയാമോ? മാതാപിതാക്കളെ വേണ്ടതുപോലെ ഗവനിച്ചില്ലെങ്കിൽ ആ മക്കൾക്ക് ആയുസ് പോലും ദീർഘായുസ് കിട്ടുകയില്ല. വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ദീർഘായുസ് വേണമെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിച്ചു കൊള്ളണം, മാതാപിതാക്കളെ അനുസരിച്ച് കൊള്ളണം. എൻ്റെ അത്രയും വിദ്യാഭ്യാസമൊന്നും അപ്പനില്ലല്ലോ, എൻ്റെ അത്രയും കഴിവ് അപ്പനില്ലല്ലോ, അപ്പന് കാര്യങ്ങൾക്ക് ഇടപെടാൻ എന്നെ അറിയാം, ഞാനല്ലേ കാര്യങ്ങൾ നടത്തുന്നത് എന്നൊരു മോന് തോന്നുക അല്ലെങ്കിൽ മോൾക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണത്, വലിയ നഷ്ടം. ആയുസിന് പോലും കേടുവരും, ദീർഘായുസ് കിട്ടുകയില്ല. വായിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ, ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ആദ്യത്തെ കൽപ്പന ഏതാണ്? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഒരുപക്ഷെ ഈ മോനോ മോൾക്കോ ഉള്ള കഴിവ് അപ്പനുണ്ടായി വരികയില്ല, അവർക്കുള്ള സാമർഥ്യം ഉണ്ടായി വരികയില്ല. എങ്കിലും നിനക്ക് നന്മ വേണമോ, നിനക്ക് ഭൂമിയിൽ ദീർഘായുസ് വേണമോ, അപ്പനെയും അമ്മയും ബഹുമാനിച്ചു കൊള്ളുക. മാതാപിതാക്കളെ നിങ്ങൾ ആദരിച്ചു കൊള്ളുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മാതാപിതാക്കളെ സമ്പൂർണ്ണമായിട്ട് അനുസരിക്കുക മാത്രമല്ല, അവരെ പൂജിച്ചു കൊള്ളുക. അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും അവമതിപ്പുണ്ടായിരിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അവമതിപ്പോ ഒരു പുച്ഛഭാവമോ ഉണ്ടായി പോകരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളെ അനുസരിക്കുക. മരിക്കുന്നതിന് മുമ്പ് സാധിക്കേണ്ട കാര്യങ്ങൾ വേദപുസ്തകം പറയുന്ന കാര്യങ്ങളാണ്. നാം ഇപ്പോൾ കാണുന്നത് എന്താണ്? 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവനിക്ക് വിരോധിക്കരുത്. രണ്ട് കാര്യം കർത്താവേ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സാധിച്ച് കിട്ടേണ്ട 2 കാര്യങ്ങൾ. മരണത്തിന് മുമ്പ് ഈ 2 കാര്യം നീ എനിക്ക് സാധിപ്പിച്ചു തരണം. 1, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഈ 2 കാര്യങ്ങൾ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, നിത്യവൃത്തി തരണമേ, ദൈനംദിന ജീവിതത്തിൽ ജീവിച്ചു പോകാനുള്ളതായ മാർഗം തരണമേ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാനുള്ള വരുന്ന സകലവിധമായ ദോഷത്തിനും കാരണമായി തീരുകയും ചെയ്യുമല്ലോ. 1 തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. കുറെ പണം കൂടുതലുണ്ടാക്കി അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്. ഒന്നും നാം കൊണ്ടുപോവുകയില്ല. ഇവിടെ നാം സമ്പാദിക്കുന്നൊന്നും നമ്മുടെ കൂടെ പോരുകയില്ല. എന്തെല്ലാം സമ്പാദിച്ചാലും അത് മരണം വരെ ശവക്കുഴിയിൽ എല്ലാം തീരും. ഇവിടെ സമ്പാദിച്ച് വലുതും കൊണ്ടുപോകുമോ? വലുതും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് നേടുന്നുവോ എല്ലാം ഇവിടെ വിട്ടിട്ടാണ് നാം പോകുന്നത്. മനുഷ്യൻ ധനം സമ്പാദിക്കുന്നു, ആര് അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. വായിച്ചോ. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെയും ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു
ശ്വാസമത്രേ. ഏത് മനുഷ്യന് ഉറച്ചു നിന്നായ ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. ഒരു നിഴലായി നടക്കുന്ന നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. വ്യർത്ഥമായി പരിശ്രമിക്കുന്ന നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, മനുഷ്യൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ല. അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. തീമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം നോക്കാം. 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? വായിക്കാം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. എന്താണ്? 7-ാം വാക്യം മുതൽ, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്. ചിന്തിക്കൂ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ. ചിലർ ചിന്തിക്കുക, എൻ്റെ കർത്താവേ എനിക്ക് നിത്യവൃത്തി കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. പക്ഷേ എത്ര കിട്ടിയാലും മതിയാവുകയില്ല. മനുഷ്യ സ്വഭാവമാണത്. മനുഷ്യൻ്റെ പ്രകൃതം എങ്ങനെയാണ്? എത്ര കിട്ടിയാലും മതിയാവുകയില്ല. ഈഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ആഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട്, പണത്തിനുള്ള ആഗ്രഹം ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യമാണിത്. നമുക്ക് ഇവിടെ നിന്ന് അന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നാം തത്രപ്പെട്ട് നാം എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടാൻ ശ്രമിച്ചാലും, പ്രിയപ്പെട്ടവരെ, ന്യായമായിട്ടാണെങ്കിൽ പോലും സമ്പാദിച്ചു കൂട്ടിയാൽ അത് നമുക്ക് ഒരു സംതൃപ്തി അതിൽ വന്നു പോകും. അങ്ങനെ ഞാൻ തൃപ്തനായി തീർന്നിട്ട് ദൈവം ആരെന്ന് തന്നെ നിഷേധിപ്പാണ്ട് വരും. അതൊരിക്കലും എനിക്ക് വരരുത്. ഞാൻ സമ്പന്നനായി തീർന്നിട്ട് ദൈവം ആരെയും നിഷേധിപ്പാണ്ട് വരരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല, ഒന്നും ഇവിടെ കൂടെ പോരുകയില്ല. എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്, സമ്പത്തുണ്ടെന്നിരിക്കട്ടെ, സമ്പന്നന്മാരാണ്, എല്ലാം ശരിയാണ്. പക്ഷേ കടന്നു പോകുമ്പോൾ, ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ഇവിടെ നിന്ന് നാം സമ്പാദിച്ചുവോ അത് ആത്മാവിൻ്റെ സ്വത്താണെങ്കിൽ അതുമാത്രം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ സമ്പാദിച്ചു. കർത്താവ് ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ലോ, അവിടെ ആ ധനവാൻ ഒട്ടേറെ സമ്പാദിച്ചവനാണ്, പട്ടും ധൂമറോസും ധരിച്ചവനാണ്, ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നവനാണ്, ഒന്നിനും കുറവില്ലാതെ ആഡംബര പ്രൗഢിയിൽ കഴിഞ്ഞവനാണ്. പക്ഷേ ആ ധനവാൻ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായപ്പോഴേക്കും അവന് വാസ്തവത്തിൽ നേടിയില്ല എന്നുള്ള ബോധം അവനപ്പോൾ ഉണ്ടായില്ലെങ്കിലും സത്യം അവന് ബോധ്യപ്പെട്ടു. എന്തുണ്ടായി? അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ഇവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ദരിദ്രനായി, ഒന്നിനും വശമില്ലാത്തവനായി, വ്രണം നിറഞ്ഞവനായി ഈ ധനവാന്റെ പടിപ്പുര കേൾക്കണമെന്നുണ്ട്. അബ്രഹാം പിതാവിന് മടിയിലിരിക്കുന്നു, വിശുദ്ധന്മാരുടെ നിലയിലേക്ക് കയറിയിരിക്കുന്നു. എന്നാൽ ഇത്രയും ധനവാനായി ആഡംബര പ്രൗഢിയോടെ ജീവിച്ച് ദിനംപ്രതി പട്ടും ധൂമ്രവസ്ത്രം ധരിച്ച് വലിയ പ്രൗഢിയോടെ ജീവിച്ചവനുണ്ടല്ലോ, അവൻ അവിടെ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. യാതന എന്താണ്? മുകളിലേക്ക് നോക്കി അബ്രഹാം പിതാവിനെ കണ്ടു. പരിശുദ്ധന്മാരെ പരിചയമുണ്ട്. ഇങ്ങനെയാണല്ലോ, പലർക്കും ഗീവരസാദായ പരിചയമുണ്ട്, കന്യമറിയാവിനെ പരിചയമുണ്ട്, പത്രോസിയായ പരിചയമുണ്ട്, പൗലോസിയായ പരിചയമുണ്ട്, എല്ലാവർക്കും അതുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ പലർക്കും പരിചയമില്ല. യേശുക്രിസ്തുവിന് പരിചയമില്ല. യേശുക്രിസ്തു ഇല്ലാതെ ഒരു പരിശുദ്ധനുമില്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ പരിശുദ്ധന്മാരുണ്ട് താനും. ഇവൻ മുതലോട്ട് നോക്കി അബ്രഹാം പിതാവിനെ കണ്ടു. നല്ല പരിചയം. അബ്രഹാം പിതാവേ, ഒന്നും കൊണ്ട് നോക്കണേ, ഒന്നും കൊണ്ട് കനിയണമേ. ആ ലാസറിൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവൻ ഒന്നും കൊണ്ട് അയക്കണമേ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. ലാസറിൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന്. അയ്യോ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിച്ചു പോകുന്നല്ലോ, ഞാൻ യാതന അനുഭവിക്കുന്നു. ഈ യാതന സ്ഥലത്തേക്ക് ലാസറിനെ അല്പനേരത്തേക്ക് നയിക്കണമേ, അല്പനേരത്തേക്ക് നയിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ളതായ ദാഹം.
ആ ലാസർ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ലാസിൻ്റെ അടുക്കൽ ചെല്ലാൻ പോലും എന്തിനും സാധിക്കുമായിരുന്നില്ല. കാരണം ആകെ വ്രണം നിറഞ്ഞവനാണ്. നായ്ക്കൾ പോലും അവൻ്റെ വ്രണം നക്കാൻ വരും. അവൻ്റെ കയ്യിലും കാലിലും എല്ലാം വ്രണം നക്കിക്കൊണ്ട് നായ്ക്കൾ പോകും. ഇപ്പോൾ പറയുന്നു, ആ ലാസറിൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ ഒന്നിങ്ങോട്ട് അയക്കണമേ എന്ന്. എന്തെല്ലാം സമ്പാദിച്ചാലും അത് പ്രയോജനം. മരണത്തിന് വഴിയായി അപ്പുറത്തേക്ക് കടന്നുപോയപ്പോൾ സംഗതി എല്ലാം വ്യക്തമായി, സത്യമായി, യാഥാർത്ഥ്യമായി ബോധ്യപ്പെടുകയാണ്. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. ഇവിടെ വെച്ച് എന്തെങ്കിലും സമ്പാദിച്ചാൽ അത് ആത്മാവിൻ്റെ സമ്പത്തായിരിക്കണം, അത് മാത്രം. നാം ഇവിടെ വെച്ച് നേടുന്നതാണ് പുണ്യം. ഇവിടെ വെച്ച് പുണ്യം നേടണം, ഇവിടെ വെച്ച് വിശുദ്ധി നേടണം, ഇവിടെ വെച്ച് സ്നേഹം നേടണം, ഇവിടെ വെച്ച് പരമകാരുണികത്വം നേടണം, ഇവിടെ വെച്ച് പരോപകാര തൽപരത നേടണം, ഇവിടെ വെച്ച് സൽഗുണങ്ങൾ നേടണം, ഇവിടെ വെച്ച് മറ്റുള്ളവരെ സഹായിച്ചതായി നന്മകൾ നേടണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ഇവിടെ വെച്ച് സ്തുതിയുടെ അത്ഭുത ശക്തി നേടണം. സ്തുതി, ദൈവത്തിന് സ്തോത്രം. സ്തുതിക്കാനുള്ള ആഗ്രഹം വരണം. സ്തുതി നാം പാടും, ശരിയാണ്. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരം എഴുതാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. ശരിയാണ്, നല്ല പ്രാർത്ഥനയാണ്. പക്ഷേ എഴുതാതെ കരയേറ്റുവാൻ യോഗ്യരായിട്ടുണ്ടോ? അത് യോഗ്യരാകണം. അതാണ് സമ്പത്ത്. സ്തുതി അതാണ് സ്വത്ത്, അതാണ് സമ്പത്ത്. സ്തുതി ആരെ സ്തുതിക്കുന്നു? എൻ്റെ രക്ഷകനായ യേശുവിനെ സ്തുതിക്കുന്നു. എന്തുകൊണ്ട്? എൻ്റെ യേശു രക്ഷകൻ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചിരിക്കുന്നു. എൻ്റെ സകല പാപവും അവൻ തൻ്റെ മേൽ ഏറ്റുവാങ്ങിയിരിക്കുന്നു. എൻ്റെ കടച്ചീട്ടെല്ലാം അവൻ്റെ പേരിലാക്കി എടുത്തിരിക്കുന്നു. അവൻ്റെ സ്വത്തെല്ലാം എനിക്ക് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കടങ്ങളെല്ലാം ഏറ്റെടുത്തു, എൻ്റെ പാവങ്ങളെല്ലാം ഏറ്റെടുത്തു. എന്നിട്ട് അവൻ എനിക്ക് തിരിച്ചു തന്നതോ അവൻ്റെ സമ്പത്ത്. എന്താണ് അവൻ്റെ സമ്പത്ത്? അവൻ്റെ സമ്പത്ത് അവൻ്റെ വിശുദ്ധി, അവൻ്റെ സമ്പത്ത് അവൻ്റെ ദൈവസ്നേഹം, അവൻ്റെ സമ്പത്ത് അവൻ്റെ കരുണ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സമ്പത്ത് എനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത്? അതാണ് വാസ്തവത്തിൽ ക്രിസ്തീയത്വം. എൻ്റെ സകല പാപങ്ങളും സകല കടങ്ങളും യേശു ഏറ്റെടുത്തു എന്നും എൻ്റെ സകല ബന്ധനങ്ങളും യേശു അഴിച്ചു എന്നും മനസ്സിലാക്കുകയും യേശുവിൻ്റെ സമ്പത്ത് ഞാൻ പ്രാപിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നു, യേശുവിൻ്റെ സ്നേഹം സമ്പാദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ധനികനായ മനുഷ്യൻ ലാസറിൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി നാവിന് തണുപ്പിക്കേണ്ടതിന് ലാസറിനെ അയക്കണമേ എന്ന് യാചിക്കുകയാണ്. അബ്രഹാം പിതാവ് പറഞ്ഞു, മോനെ സാധിക്കില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ നിർവാഹമില്ല, അവിടെ ഇങ്ങോട്ട് കടന്നു വരാൻ പാടില്ല, അവിടെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു, നിങ്ങൾക്കും ഞങ്ങൾക്കും നടുവേ ഒരു വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈ ലാസറും ധനവാനും ഒരേ സ്ഥലത്ത്, ഒരേ നാട്ടിൽ, പക്ഷേ ഇവിടെ രണ്ട് നാട്ടിലായിപ്പോയി. അവിടെ നിങ്ങോട്ട് വരാൻ പാടില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പാടില്ല. അപ്പോൾ ധനവാൻ പറയുകയാണ്, എന്താ പറഞ്ഞത്? അബ്രഹാം പിതാവേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ? ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥ ഒന്ന് എൻ്റെ സഹോദരന്മാരെ ഒന്നറിയിക്കാൻ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കാമോ? അവനൊരു സാക്ഷ്യം പറയട്ടെ. ഭൂമിയിൽ ജീവിച്ച കാലത്ത് സാക്ഷ്യം എന്ന് കേൾക്കുമ്പോഴൊക്കെ ഒരു അലർജിയുള്ള ആളായിരുന്നു. സാക്ഷ്യം എന്നൊക്കെ പറയുന്നത് മോശം. സാക്ഷ്യം, യാക്കോബക്കാരന് സാക്ഷ്യം പാടുണ്ടോ? ക്രിസ്ത്യാനികൾ സാക്ഷ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഇന്നുമുണ്ട്. എന്നാൽ ഈ ധനവാൻ മരിച്ചു കടന്നു ചെന്നപ്പോൾ അവന് പറയുകയാണ്, അബ്രഹാം പിതാവേ, ഈ ലാസറിനെ ഒന്ന് അങ്ങോട്ട് അയക്കണമേ, അവനൊരു സാക്ഷ്യം പറയട്ടെ. എന്താ സാക്ഷ്യം? ഞാൻ നിങ്ങളുടെ സഹോദരൻ്റെ യാതന അനുഭവിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾ 5 സഹോദരന്മാരുണ്ടല്ലോ, നിങ്ങൾ 5 പേരുടെയും സഹോദരൻ അദ്ദേഹം യാതന അനുഭവിച്ച് ഒരിറ്റു വെള്ളത്തിന് വേണ്ടി കൊതിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഫോറിനും നാടനും ഒക്കെയുള്ള മദ്യങ്ങളൊക്കെ കഴിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടരല്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കൂ, ഒരിറ്റു വെള്ളത്തിന് വേണ്ടി നിങ്ങളുടെ സഹോദരൻ ദാഹിക്കുന്ന സമയമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് വരുന്നത്. യാതനാസ്ഥലത്താണ്. യാതനാസ്ഥലത്ത് വേദനിച്ച് പൊളയുകയാണ്, തീജ്വാലയിൽ കിടന്ന് വേദനിച്ച് പൊള്ളുകയാണ്. ഈ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞു അവരെ മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ അവർക്ക് ഇവൻ്റെ സാക്ഷ്യം കേൾക്കേണ്ട ആവശ്യമില്ല. അവിടെ അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. മോശയും പ്രവാചകന്മാരും ഉള്ളത് കൊണ്ട് ദൈവത്തിന് അവന് കിട്ടുന്നുണ്ട്. അങ്ങനെ അവൻ മാനസാന്തരപ്പെടട്ടെ എന്നാണ് പറയുന്നത്. അവർ വിശ്വസിക്കട്ടെ എന്നാണ് പറയുന്നത്. വിശ്വസിക്കട്ടെ എന്ന്, മാനസാന്തരപ്പെടട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ധനത്തിൻ്റെ ആധിക്യം കൊണ്ട് നമുക്ക് ദോഷമേ ഉണ്ടാവുകയുള്ളൂ. വേണ്ട കർത്താവേ, വേണ്ട, ജീവിച്ചാൽ മതി, ജീവിച്ചു പോയാൽ മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് അനേകം ആളുകളും മദ്യപാനമില്ല, അരുതാത്ത ജീവിതമില്ല, കൊലപാതകമോ കവർച്ചയോ ഒന്നുമില്ല, മാനമര്യാദയായി ജീവിക്കുന്നവരാണ്. പള്ളിയിൽ പോകുന്നു, നമസ്കാരം ചൊല്ലുന്നു, ഒരുവിധം യോഗ്യമായി ജീവിക്കുന്നവരാണ്.
പക്ഷേ അവർക്ക് ധനത്തോടുള്ളതായി അമിതമായ ആസക്തിയുണ്ട്. ധനത്തിലേക്ക് അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. ധനം അവരുടെ ജീവിതത്തിലൊരു ബന്ധനമാണ്. അനേകർ ഈ കാര്യത്തിൽ, ധനമില്ലാത്തവർ പോലും അനേകർ ഈ കാര്യത്തിൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധനമില്ലാത്തവർ, അവർക്കും ധനം അതാണ് ചിന്താവിഷയം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ധനത്തെക്കുറിച്ചുള്ളതായ ഈ ചിന്ത അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. വായിക്കുന്നതാണ്, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. നിത്യവൃത്തി കിട്ടിയാൽ മതി, ഉണ്മാനുടുപ്പാണെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, മോനെ, നിനക്ക് എൻ്റെ രക്തത്താൽ നേടി തന്ന സ്വർഗസമ്പത്ത് പോരായോ? മോളെ, നിനക്ക് എൻ്റെ തിരുരക്തം ചൊരിഞ്ഞ് നേടിത്തന്ന ആത്മാവിൻ്റെ വിമോചനം പോരായോ? ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം പോരായോ? ദൈവവേദിയിലെ നിനക്ക് ഞാൻ കുരിശിൽ നേടിത്തന്ന നിത്യജീവൻ പോരായോ? നിത്യജീവനല്ലേ വേണ്ടത്? മരണത്തിന് ശേഷമുള്ള അനന്തത, നിത്യസ്വർഗത്തിൽ വസിക്കുവാനുള്ളതായ സൗഭാഗ്യം, അതല്ലേ നിനക്ക് വേണ്ടത്? നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിലെ കാര്യമാണോ ചിന്തിക്കുന്നത്? ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷം ചെയ്യുന്നു, എന്നേക്കും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കാരണവശാലും ധനം എൻ്റെ ജീവിതത്തിലെ ഒരു തടസ്സമായി നിൽക്കരുതേ. ധനത്തിന് വേണ്ടിയുള്ളതായ മോഹം എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കരുതേ. പണത്തിന് വേണ്ടിയുള്ളതായ കൊതിയും ആഗ്രഹവും എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കരുതേ. സ്വർഗ്ഗത്തിലേക്ക് വരുമ്പോൾ അവിടെ കടന്നു വരുന്ന തടസ്സമായി എൻ്റെ ജീവിതത്തിൽ ഈ ഭൗതികമായ സമ്പത്തൊന്നും തടസ്സമായി വരരുതേ. നാഥ, നീ ഇന്ന് എനിക്ക് നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തക്കമുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകുമോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, തലവണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ മക്കൾ തിരുമുമ്പാകെ തലവണക്കിയിരിക്കുന്ന അവിടുന്ന് കാണുന്നുണ്ടല്ലോ കർത്താവേ, യഥാർത്ഥമായ രക്ഷ എന്ത് എന്ന് ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുവാൻ കർത്താവേ സംഗതിയാകണമേ. എല്ലാം മാറും, എല്ലാവരും മാറും. മാറാത്തതിൻ്റെ യേശു മാത്രം ഒന്ന് കാണാനുള്ള കണ്ണ് ഇവർക്ക് തുറന്നു കൊടുക്കണമേ കർത്താവേ. എൻ്റെ ജീവനുള്ള ദൈവമേ, ഇപ്പോൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ തീരുമാനം ഉരുത്തിരിഞ്ഞ് വരാൻ അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാൻ നൽവരം നൽകണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് വെള്ളപ്രാവ് പോലെ പറന്നു വന്ന് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെള്ളപ്രാവ് പറന്നു വന്ന് ഓരോരുത്തരുടെയും തലമേലിരിക്കാൻ ഇടമുണ്ടോ എന്ന് നോക്കുമ്പോൾ കർത്താവേ, വെള്ളപ്രാവിനിരിക്കാൻ ഓരോരുത്തരും സ്ഥലം കൊടുക്കുക എന്നൊക്കെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുവാൻ ഇപ്പോൾ കർത്താവേ ഈ മക്കൾക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ. വേദനിച്ച് കഴിയുന്നവർക്ക് ആശ്വാസം നൽകണമേ. കടത്തിൽ മുങ്ങി വലയുന്നവർക്ക് ഒരു സമാധാനം നൽകണമേ. മുന്നോട്ടുള്ള ഗതി മുട്ടിപ്പോയവർക്ക് മുന്നോട്ട് ഗതി കാണിച്ചു കൊടുക്കണമേ. എൻ്റെ ജീവനുള്ള ദൈവമേ, പല രീതിയിൽ ജീവിതം തോൽവിയായിരിക്കുന്നവർക്ക് ഒരു സമാധാന ജീവിതം നൽകണമേ കർത്താവേ. നാഥാ, ഇപ്പോൾ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും മേലും തൃക്കരം വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.